എത്ര വലിയ മാരക രോഗങ്ങളുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് ശിഫയാകാൻ കാരണമാകുന്ന അത്ഭുതകരമായ പവർഫുള്ളായിട്ടുള്ള 3 ആത്മീയമായ വഴികളാണ് പറയുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ തീർച്ചയായും അതിന് നല്ല റിസൾട്ട് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇത് ആത്മീയമായിട്ട് നമ്മൾ ചെയ്യുന്ന വഴിയാണ്. എല്ലാ രോഗങ്ങളും എത്ര ഡോക്ടറെ കാണിച്ചാലും നമ്മളൊക്കെ ഡോക്ടറെ കാണിക്കുന്നവരാണ്. അത് ശിഫയാകണമെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല തീരുമാനിക്കുക തന്നെ വേണം. അതിന് അള്ളാഹുവിനോടുള്ള ഒരു ദുആവും കൂടെയാണ് ഇത് യഥാർത്ഥത്തിൽ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളിത് പകർത്തുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ശിഫ അള്ളാഹു നൽകാൻ കാരണമാകുന്നതാണ്. ദുആ ചെയ്യണം, നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം, എന്നാലാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തകർന്നു പോയ പല സന്ദർഭങ്ങളും ഉണ്ടാകും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെക്കിങ് ചെയ്ത് ഹോസ്പിറ്റലിൽ നിന്ന് അതിൻ്റെ റിസൾട്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഡോക്ടർ അതിൽ ഇന്നതാണെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 4th സ്റ്റേജ് എത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ, നമ്മുടെ ബന്ധുക്കളെ വിളിച്ചൊക്കെ ഇതാണ് രോഗിയുടെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഒക്കെ കുടുംബങ്ങളും ബന്ധുക്കളൊക്കെ വളരെയധികം ഷോക്കായി നിൽക്കുന്ന സമയം, ഡോക്ടർമാർ പോലും ഇനി അതിനൊരു പ്രതീക്ഷ ഇല്ല എന്ന് പറഞ്ഞിടത്ത് നിന്ന് അത്ഭുതകരമാകുന്ന രൂപത്തിൽ രക്ഷ കിട്ടാൻ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ചില സ്വലാത്തുകളൊക്കെ ചൊല്ലിയിട്ട് രോഗം പിന്നീട് ചെക്ക് ചെയ്തപ്പോൾ അതില്ല എന്നൊക്കെ പറയുന്നത് അതൊരു മിറാക്കിളാണ് യഥാർത്ഥത്തിൽ. നമ്മുടെ ജീവിതത്തിലൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കുക എന്ന് പറയൂലേ, അതേപോലെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതാണ്. അതൊക്കെ യഥാർത്ഥത്തിൽ ഇത്തരം ആത്മീയമായ വഴികളാണ് അതിന് കാരണമാകുന്നത്. അതുകൊണ്ടാണല്ലോ ചിലപ്പോഴൊക്കെ ICUവിൻ്റെ മുമ്പിൽ നിന്നും വെൻറ്റിലേറ്ററിൻ്റെ മുമ്പിൽ നിന്നൊക്കെ ഡോക്ടേഴ്സും മറ്റുമൊക്കെ വന്നിട്ട് നിങ്ങൾ ദ്വാ ചെയ്യാനുള്ളവരോടൊക്കെ ദ്വാ ചെയ്യാൻ വേണ്ടി പറഞ്ഞോളി, ഞങ്ങൾക്ക് പ്രതീക്ഷ ഇല്ല എന്നൊക്കെ പറയുന്നൊരു സന്ദർഭം ഉണ്ടല്ലോ. അത്തരം സന്ദർഭം നമ്മൾ പ്രതീക്ഷിക്കാവുന്നത് റബ്ബ് നമുക്ക് ശിഫ നൽകണമെന്നാണ്. ആ ഒരു ശിഫ ലഭിക്കാൻ കാരണമാകുന്ന അമലാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. ഈ കാണുന്ന നമ്പറിൽ ഞായറാഴ്ച 10 മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തവർ മാത്രമാണ് ചൊവ്വാഴ്ച വരേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളിതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കുറേ ആളുകൾ കോൺടാക്റ്റ് ചെയ്തു. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞപ്പോൾ താല്പര്യമുള്ള രക്ഷിതാക്കൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ മക്കളെ ദീനീ ചിട്ടയിൽ വളർത്തുക എന്നുള്ളത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നൊരു വിഷയമാണ്. വാട്സപ്പിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന വിഷയമാണ് നമ്മുടെ മക്കളെ ദീനീ ചിട്ടയിൽ വളർത്തുക എന്നുള്ളത്. ആ ദീനീ ചിട്ടയിൽ വളർത്താൻ ആത്മീയമായ അന്തരീക്ഷത്തിൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ദർസിലൊക്കെ പഠിപ്പിക്കുക, കൊണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരിക്കലും നമ്മൾ അവരെ ഏതെങ്കിലും മതപരമായ വിദ്യാഭ്യാസം മാത്രം പഠിപ്പിക്കുക എന്നല്ല. ഇന്നൊക്കെ എല്ലാ ദർസുകളിലും മതവും ഭൗതികവും എല്ലാ വിദ്യാഭ്യാസവും അവർക്ക് കൊടുക്കുന്നുണ്ട്. അവരെ അഭിരുചിക്കനുസരിച്ച് ഏതുവരെ അവർക്ക് പഠിക്കാൻ പറ്റും അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും കൊടുക്കുന്നുണ്ട്. നമ്മൾ വർഷങ്ങളായിട്ട് ഇത്തരം സംവിധാനങ്ങളിലൂടെ മക്കളെ പഠിപ്പിക്കുന്നു. അതിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെയുള്ള നല്ല കഴിവുള്ള കുട്ടികൾ വാങ്ങിച്ചതുണ്ട്. നിങ്ങൾക്കും അതേപോലെ നിങ്ങളുടെ മക്കളെ നല്ല ദീനീ ചിട്ടയിൽ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒരു 7ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് മുതലുള്ള കുട്ടികളൊക്കെ ചേർക്കുക. കുറേ കാലം കഴിഞ്ഞ് ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് ചേർക്കാം, +2 കഴിഞ്ഞ് ചേർക്കാം എന്നൊക്കെ കരുതിയിരിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് നമ്മുടെ മക്കളെ തിരിച്ചു ലഭിച്ചോളണമെന്നില്ല. അവർ നാട്ടിലൊക്കെ വല്ലാതെ സജീവമായി ഫ്രണ്ട്ഷിപ്പിലും കൂട്ടുകെട്ടിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നല്ല രൂപത്തിൽ ആത്മീയ അന്തരീക്ഷത്തിൽ അവർക്ക് കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ഏതാണോ അഭിരുചിയുള്ളത്, ഡോക്ടർ ആവാനാണോ, എൻജിനീയർ ആവാനാണോ, അഡ്വക്കേറ്റ് ആവാനാണോ, അതിലേക്കൊക്കെ നമ്മളവരെ വഴിതിരിച്ച് പറഞ്ഞയക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ദർസിൽ നിങ്ങൾക്ക് ചേർക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങൾ എന്ന് പറയുന്നത് അത് വല്ലാതെ സമൂഹത്തെ ഗ്രസിച്ച് കഴിഞ്ഞൊരു സമയമാണിത്. ഈ ക്യാൻസർ, അതേപോലെ തന്നെ വൃക്ക രോഗങ്ങൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് വലിയ വലിയ രോഗങ്ങൾ, ജീവിതശൈലി രോഗങ്ങളായ
ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ, പ്രമേഹം ഉൾപ്പെടെയുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ഇങ്ങനെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ രോഗങ്ങളുടെ പിടിയിലമർന്ന് ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. നമ്മുടെ ജീവിതശൈലി തന്നെയാണ് പല രോഗങ്ങളും നമ്മിലേക്ക് കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതശൈലിയൊക്കെ മാറ്റണം. നമ്മൾ ഈ പറയുന്ന ആത്മീയമായ വഴികളൊക്കെ ചെയ്യുന്നതോടുകൂടെ തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. നമുക്ക് ഒരുപാട് കാലം ആഫിയത്തോടു കൂടെ ജീവിക്കണം, എന്നാലാണ് നമുക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അള്ളാഹു മനുഷ്യരെ ജിന്നിനെയൊക്കെ ഇവിടെ സൃഷ്ടിച്ചത് വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദുൻ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അതാണ് അതിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. അപ്പോൾ അതിന് നമുക്ക് ആഫിയത്ത് വേണം. മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ നമുക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയണം, നമുക്ക് എല്ലാ നിസ്കാരങ്ങളും നിസ്കരിക്കാൻ കഴിയണം. അതിന് ആഫിയത്ത് വേണം, അതിന് അള്ളാഹിനോട് ദുആ ചെയ്യണം. മുത്തനബി തങ്ങൾ പറഞ്ഞല്ലോ സലുൽ ആഫിയ, അള്ളാഹിനോട് ആഫിയത്തിനെ ചോദിക്കാന്ന്. അതുകൊണ്ടാണ് നമ്മൾ വിർദുൽ ലത്തീഫ് ഉൾപ്പെടെയുള്ള റാത്തിബുകളിലൊക്കെ ആഫിയത്തിന് ഇങ്ങനെ ചോദിക്കുന്ന ദുആ ഉണ്ട്. അത് നബി തങ്ങളും ദുആ ചെയ്തിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ആഫിയത്ത് ഉണ്ടാവണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ എത്ര ലക്ഷങ്ങൾ ചിലവഴിച്ചാലും രോഗങ്ങൾക്ക് ശിഫ ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട് അല്ലേ? എത്രയോ വലിയ വലിയ സെലിബ്രിറ്റികളുടെ, കോടീശ്വരന്മാരുടെ മക്കൾ, അവരുടെ മാതാപിതാക്കളൊക്കെ ഹോസ്പിറ്റലിൽ കിടന്ന് പെട്ടെന്ന് മരണപ്പെടുന്ന വാർത്തകളും പലതൊക്കെ നമ്മൾ കാണാറുണ്ട്. എന്താ അതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്? അവരുടെ ഇല്ലാത്തതുകൊണ്ടല്ല, ചികിത്സ എത്രത്തോളം അവർക്ക് ലഭ്യമാകും അത്രത്തോളം ലഭ്യമാക്കാനുള്ള കോടിക്കണക്കിന് സമ്പത്ത് അവരുടെ കയ്യിലുണ്ട്. ആ സമ്പത്ത് ഉണ്ടായിട്ടും അവർക്ക് അതുകൊണ്ട് ഒരു ഹോസ്പിറ്റൽ വാങ്ങാൻ പോലും, എത്രയോ ഹോസ്പിറ്റലുകൾ വാങ്ങാനുള്ള ക്യാഷ് ഉണ്ടായിട്ട് പോലും ആ ക്യാഷ് കൊണ്ടൊന്നും ആരോഗ്യം നേടിയെടുക്കാനോ ഷിഫയോ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ അള്ളാഹ് തീരുമാനിച്ചാലേ മതിയാകുള്ളൂ. എന്നാൽ ഒരു 5 പൈസ ചിലപ്പോൾ ആവശ്യം ഉണ്ടാവില്ല. അള്ളാഹു ഷിഫ വിചാരിച്ചാൽ അത് ഷിഫയാകുന്നതാണ്. അങ്ങനെ അള്ളാഹു നമുക്ക് ഷിഫ നൽകാൻ കാരണമാകുന്ന 3 അമലുകളാണ് നമ്മളിവിടെ പറയുന്നത്. ഇതിനോട് കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങൾ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് ബോധ്യപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഫാറ്റി ലിവർ പോലെയുള്ള, ഈ ഷുഗർ പോലെയുള്ള, കൊളസ്ട്രോൾ പോലെയുള്ള ഈ ജീവിതശൈലി രോഗങ്ങളുണ്ടല്ലോ, ഇതിനൊക്കെ ഒരു പ്രധാന കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതശൈലിയാണെന്ന്. നമുക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കണം. നന്നായിട്ട് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞാൽ ഈ അരിഭക്ഷണം ഉൾപ്പെടെയുള്ള, റൈസ് ഉൾപ്പെടെയുള്ള ഭക്ഷണങ്ങളൊക്കെ കൂടുതൽ കഴിക്കുന്നത് അത് ഷുഗറുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രശ്നം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാൻ കാരണമാക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഈ അടുത്തൊരു ന്യൂട്രീഷനൊക്കെ കണ്ട് നമ്മുടെ എങ്ങനെ നല്ലൊരു ഡയറ്റ് പ്ലാൻ ചെയ്യാം എന്നൊക്കെ അഡ്വൈസ് എടുത്ത് ഈ വിനീതനൊക്കെ ഇപ്പോൾ നിലവിലൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. ആ ഡയറ്റിൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒരു പ്ലേറ്റ്, ആ പ്ലേറ്റിൽ റൈസ് എന്ന് പറയുന്നത്, അരിഭക്ഷണം, ചോറെന്ന് പറയുന്നത് വളരെ കുറച്ചാണ്. അവർ നമുക്ക് തന്ന പ്ലാനിൽ വളരെ കുറച്ചാണ്. അപ്പോൾ ഈ നമ്മുടെ ഈ ഉള്ളൻ കൈയിലൊക്കെ ഈ വിരൽ കൂടാത്ത ഈ ഭാഗത്തുള്ള അത്രേ ഉണ്ടാവുള്ളൂ. ഒരു ചെറിയ, നമ്മൾ കൂട്ടാനൊക്കെ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെറിയ പാത്രത്തിലുള്ള, ചെറിയ പാത്രം, വളരെ ചെറിയ പാത്രം, ഒരു ചെറിയതിൽ നമ്മളിപ്പോൾ 100 ഗ്രാംസ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഫുഡൊക്കെ മെഷർ ചെയ്യുന്നൊരു തുലാസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ 100 ഗ്രാം റൈസ് മാത്രം എടുത്ത് അത് വെക്കും. പിന്നെ അതിലേക്ക് കുറച്ച് പ്രോട്ടീൻ ഉൾപ്പെടെയുള്ള സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ കൂട്ടാനും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടതെന്ന് പറയുന്നു. ഇപ്പോൾ ഏകദേശം ഒരു കുറച്ച് കാലമായി, മാസങ്ങളോളം, ഒരു വർഷത്തോളമായി ഇപ്പോൾ ഇതിങ്ങനെ ഫോളോ ചെയ്തു വരുന്നത്. അതിൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നല്ല എനർജറ്റിക് ആവാൻ പറ്റുന്നുണ്ട്, നല്ല ഉന്മേഷത്തോടുകൂടി നിൽക്കാൻ പറ്റുന്നുണ്ട്, ഇബാദത്തുകളിൽ ഉന്മേഷം കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറേ ഭക്ഷണം കഴിക്കുമ്പോൾ അതിനൊക്കെ ഒരു വിഘാതം അത് സൃഷ്ടിക്കും. നബിതങ്ങളും അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത്, നമ്മുടെ വയറിനെ 3 ഭാഗമാക്കണം, അതിലൊരു ഭാഗം ഭക്ഷണം. അപ്പോൾ ഈ ശാസ്ത്രവും ഒക്കെ ഒരേ റൂട്ടിലൂടെയാണ് പോകുന്നത്. എങ്ങനെയാണോ നമ്മുടെ ജീവിതശൈലി ക്രമപ്പെടുത്താൻ മുത്തുനബിതങ്ങൾ പറഞ്ഞത്, അതേപോലെ തന്നെ ഇത് പോകുന്നത്. ഈ ഒരു കാര്യം തന്നെ നമ്മൾ പരമാവധി ശ്രദ്ധിച്ചാൽ ഒരുവിധം രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയറ് നെഞ്ചിനേക്കാൾ മുകളിലേക്ക് വന്നിട്ടില്ല എന്ന്. ഞാൻ ഈ പറയുന്ന പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കൂ. നബിതങ്ങളുടെ നെഞ്ചിനേക്കാളും അവിടുത്തെ വയറ് ഇങ്ങനെ ചാടിയിട്ടില്ല എന്ന്. അപ്പോൾ അതിനർത്ഥം എന്താ? നബിതങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് കുറവാണോ? അല്ലേ?
മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് കുറവാണ് ഈ പറഞ്ഞ രൂപത്തിലാണ്. ഇപ്പോൾ എനിക്കൊക്കെ ഒരു ഡയറ്റ് കിട്ടിയില്ലേ, കുറച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ആ രൂപത്തിലാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ വയറുമായി ബന്ധപ്പെട്ടിട്ട് വയറ് ചാടിയിട്ടാണോ, കുമ്പെന്നൊക്കെ പറയില്ലേ, കുമ്പുള്ള വയറാണോ, നല്ലോണം വയറ് ചാടിയിട്ടാണോ? അപ്പോൾ നമ്മൾ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. നമുക്ക് ആരോഗ്യം നിലനിർത്താനുള്ള ഭക്ഷണം എന്ന് പറയുന്നത് കുറഞ്ഞ ഭക്ഷണമാണ്. ഈ അടുത്ത് ഒരാൾക്ക് പെട്ടെന്നൊരു രോഗം വന്നു. രോഗം വന്നപ്പോൾ വളരെ പെട്ടെന്ന് വന്നതാണ്. ഞാൻ ആ രോഗിയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോവുകയൊക്കെ ചെയ്തു. അങ്ങനെ രോഗിയെ കണ്ട് രോഗിയുടെ ബന്ധുക്കളുമായി സംസാരിച്ചപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്താ അറിയോ, ഭക്ഷണം കുറക്കണമെന്ന്. അപ്പോൾ അയാൾ ഭക്ഷണം കുറക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കണമായിരുന്നു അദ്ദേഹത്തിന്, സ്ഥിരമായിട്ട് നന്നായിട്ട് ഭക്ഷണം, രാത്രിയൊക്കെ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ ഇങ്ങനൊരു വലിയ രോഗം വന്നപ്പോൾ ഡോക്ടർ ഭക്ഷണം കുറച്ച് കഴിക്കണം, രാത്രി 1 ചപ്പാത്തി, ഏറിപ്പോയ 2 ചപ്പാത്തി എന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് കഴിക്കാൻ കൊടുത്ത ഭക്ഷണത്തിൽ ഈ റൈസ് എന്ന് പറയുന്ന സാധനം ഇല്ല. അങ്ങനെ രാവിലെ കഴിക്കാൻ പറഞ്ഞു, വളരെ കുറച്ച്. അങ്ങനെ മിനിമലായിട്ട് കഴിക്കാനുള്ള ഒരു ഡയറ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എത്രത്തോളം കൃത്യമാണെന്നുള്ളത്. നമ്മൾ വയറ് അത്രയും ക്ലിയർ ആയിട്ട് കൊണ്ടുപോകണം. വയറാണ് ഒരുവിധം രോഗങ്ങളുടെയൊക്കെ കാരണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും വയറ് നന്നായിട്ട് ചാടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഭാവിയിൽ രോഗങ്ങൾ ഉണ്ടാകാനുള്ള കാരണമാണ്. നെഞ്ചിനേക്കാളും കൂടുതൽ വയറിങ്ങനെ ചാടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ഫാറ്റ് ഉണ്ടാവാം, കൊളസ്ട്രോൾ ഉണ്ടാകാം, ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം ഉണ്ടാകും. ശ്വാസമുട്ട് കൂടുതൽ ഉണ്ടാകാൻ കാരണമാകും. ഞാനതുമായി ബന്ധപ്പെട്ട് മറ്റൊരു സമയത്ത് സംസാരിക്കാം. ഇപ്പോൾ സമയം ദീർഘമാകും. ഇൻഷാ അല്ലാഹ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നല്ല രൂപത്തിൽ ഭക്ഷണം കഴിച്ച്, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ച്, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കലോടുകൂടെ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ ഒരു രോഗവും നമുക്കുണ്ടാവില്ല. ഇനി ഉള്ള രോഗങ്ങൾ ശിഫയാകാനുള്ള ആത്മീയമായിട്ടുള്ള 3 വഴികളിൽ ഒന്ന് 40 ഫാത്തിഹ. അസ്ഹാബുൽ ബദറിൻ്റെ പേരിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്ഹാബുൽ ബദർ, നബി തങ്ങൾ അസ്ഹാബുൽ ബദറിലുണ്ടല്ലോ, അതേപോലെ തന്നെ അമ്പിയാക്കളുടെ പേരിലൊക്കെ ഓതിയിട്ട് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉൾപ്പെടെയുള്ള അമ്പിയാൻ്റെയൊക്കെ പേരിൽ ഓതിയിട്ട് അത് ഇടയ്ക്കൊന്ന് കുടിക്കുക. ആഴ്ചയിൽ ഒരിക്കലോ ഡെയിലി കുടിക്കാൻ പറ്റുന്നവരങ്ങനെ കുടിക്കുക. അത് രോഗശിഫയാകാൻ കാരണമാകുന്നില്ല. അതിലൊന്നതാണ്. രണ്ടാമത്തത് മഹാനരായ സുഹ്റവർദി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ അല്ലാഹ്, യാ ഹയ്യു യാ അല്ലാഹ്. ഈ ഒരു ഇസ്മ 3 ലക്ഷം തവണ ചൊല്ലിയിട്ട് അവൻ്റെ ശരീരത്തിലുള്ള രോഗങ്ങൾ ശിഫയാകണം എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അത് രോഗശിഫായിനൊരു കാരണമാകും. മറ്റൊന്നാണ് സ്വലാത്തു തിബ്ബ് സ്വലാത്ത്. അത് രോഗശിഫായിൻ്റെ സ്വലാത്താണ്. തിബ്ബ് സ്വലാത്ത് അതൊരു ചുരുങ്ങിയതൊരു 10 തവണ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലുന്നതിനെ പതിവാക്കിയാൽ രോഗങ്ങൾ ശിഫയാകാൻ കാരണമാകുമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും ആജിലായ കാമിലായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്യുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ ഇതിൻ്റെ തുടക്കത്തിൽ കാണിച്ച നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അള്ളാഹു നമുക്ക് റാഹത്തും സന്തോഷമൊക്കെ നൽകട്ടെ.